ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ മക്കളെ പ്രത്യേകമാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അനുഗ്രഹിക്കുന്ന ബെൻഡിക്റ്റ് പ്രയർ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ ഇന്ന് 64-ാം ദിനം. ഈ പ്രഭാതത്തിൽ മക്കളെ അനുഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 5 മുതലുള്ള വചനങ്ങളിൽ ഒരാൾ തടിവെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കോടാലി വെള്ളത്തിൽ പോവുകയും എലീഷ ഒരു കമ്പെടുത്ത് വെള്ളത്തിൽ വീശുമ്പോൾ ആ ഇരുമ്പ് പൊങ്ങി വരുന്നതായും വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ പലപ്പോഴും അവരുടെ വിലയേറിയ വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകുന്നു, കാണാതെ പോകുന്നു, അങ്ങനെ സങ്കടപ്പെടാറുണ്ട്. സർട്ടിഫിക്കറ്റുകളാകട്ടെ, വിലയേറിയ വസ്തുക്കളാകട്ടെ, ആഭരണങ്ങളാകട്ടെ, അങ്ങനെ നഷ്ടപ്പെട്ടു പോയി വിഷമിക്കുന്ന അനേകം കുഞ്ഞുങ്ങളുണ്ട്. തിരിച്ചു കിട്ടാൻ വളരെ പ്രയാസമായിട്ട് വിഷമിച്ച് കഴിയുന്നവർ, അതിൻ്റെ പേരിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, മാനസിക ക്ലേശം അനുഭവിക്കുന്ന മക്കളുണ്ട്. അവരെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോയവ തിരികെ ലഭിക്കുവാനും അങ്ങനെ സന്തോഷപൂർണമായ ജീവിതത്തിന് വേണ്ടി നമുക്കവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. 2 രാജാക്കന്മാർ 6:6. എവിടെയാണത് വീണത്? ദേവപുരുഷൻ ചോദിച്ചു. സ്ഥലം കാണിച്ചു കൊടുത്തപ്പോൾ അവൻ ഒരു കമ്പ് വെട്ടിയെടുത്ത് അവിടേക്ക് എറിഞ്ഞു. അപ്പോൾ ഇരുമ്പ് പൊങ്ങി വന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അവരുടെ അധ്വാന ഫലം അനുഭവിക്കുവാൻ അവർക്കിടയാകട്ടെ. അവരുടെ വിലയേറിയ വസ്തുക്കൾ നശിച്ചു പോകാതെ, കാണാതെ പോകാതെ, നഷ്ടപ്പെട്ടു പോകാതെ അത് സൂക്ഷിക്കപ്പെടുവാൻ കൃപയുള്ളണമേ. നഷ്ടപ്പെട്ടു പോയ വസ്തുക്കളെ ഓർത്തുള്ള വേദനകളിൽ അത് തിരികെ ലഭിക്കുവാൻ കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ. അങ്ങയിൽ നിന്ന് അകലുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ. സർവോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ. ഓ ഈശോനാഥ, ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങയോടുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടുന്ന് നൽകണമേ. അങ്ങനെ മക്കളെല്ലാവരും അങ്ങയെ എപ്പോഴും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. ആമീൻ.